അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സുഖമാണല്ലോ. അല്ലാഹു തആല നല്ല ആഫിയത്തും ആരോഗ്യവും നല്ല സുഖവും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളെല്ലാവരും കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതായ ഓരോ വിഷയങ്ങൾ നല്ല രീതിയിൽ വായിക്കുന്നുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് ഉഷാറായി എല്ലാ ദിവസവും ഓരോ പാഠങ്ങളും നമ്മളുടെ വീട്ടിൽ വായിക്കേണ്ടതാണ്. അൽ വഹദത്തു സാമിന അഷറ 18ാമത്തെ പാഠത്തിൽ ഒന്നാം ഭാഗം. ഇവിടെ കാണുന്നതായ ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഇതെന്താണ്? കല്ല് അല്ലേ? എങ്ങനെയുള്ള കല്ല്? സാധാ കല്ലാണോ? പാറക്കല്ല്, വലിയ പാറക്കല്ല് അല്ലേ? ഇതുപോലത്തെ കല്ല് നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഉണ്ടാവും അല്ലേ? ഈ കല്ല് പോലത്തെ ഒരു അക്ഷരം നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം. ഇവിടെ കണ്ടില്ലേ? ഇതാണ് അക്ഷരത്തിൻ്റെ രൂപം. ഇവിടെ മുതൽ ഇങ്ങനെ പോയി അല്ലേ? ഒരു പാറക്കല്ലിൻ്റെ ഒരു രൂപത്തിൽ. എന്നിട്ട് ചെറിയൊരു കുഞ്ഞ് പാത്രം കൊടുത്താൽ എന്തക്ഷരമായി? സ്വാദ് എന്നുള്ളൊരു അക്ഷരമായി. കണ്ടോ നിങ്ങൾ? എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ താഴോട്ട് വന്ന് നേരെ ലൈനിലൂടെ കരട്ടിങ്ങിട്ട് വന്ന് അല്പം മുകളിൽ പോയി വീണ്ടും താഴോട്ട് വരുന്ന ഒരു രീതിയാണ് സ്വാദ്. എന്തക്ഷരാണ്? സ്വാദ്. സ്വാദ് എന്നുള്ള അക്ഷരം. ഈ പാറക്കല്ലിൻ്റെ പേര് കണ്ടില്ലേ നിങ്ങൾ? ഇതിനൊക്കെ അറബിയിൽ പറയുന്ന പേരാണ് സ്വഹ്റ. സ്വഹ്റ. എന്ത് പറയും? സ്വഹ്റ. ഇത് നോക്കൂ. സ്വബിറുൻ, സ്വബിറുൻ. സുബ്ഹുൻ, സുബ്ഹുൻ. സ്വിഹാഹുൻ, സ്വിഹാഹുൻ. ഹസ്വ, സു, സ്വി, സുൻ, ഹസ്. സ്വാദ്, സ്വാദ്. ചുവന്ന അക്ഷരം കണ്ടില്ലേ നിങ്ങൾ? സ്വ, സു, സ്വി, സു, സ്വ, സു, സ്വി, സുൻ, സു. സ്വാദ്, സ്വാദ്. ഈ അക്ഷരമാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇത് പഠിച്ചെന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ നല്ല കുട്ടികളായി, ഗുഡ് സ്റ്റുഡൻസായി മാറുകയാണ്. ഈ അക്ഷരം നല്ല രീതിയിൽ വായിക്കാനും അറിയണം, എഴുതാനും അറിയണം. എഴുതുന്ന രൂപം കണ്ടില്ല നമ്മൾ? ഇത് ലൈനിൻ്റെ മുകളിലാട്ടോ. ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് പിന്നെ ഇത് ലൈനിൻ്റെ നേരെ താഴോട്ടൊക്കെ പോയി ഇങ്ങനെ അല്പം മുകളിലേക്ക് വരാം. ഈ രീതിയിൽ നമ്മൾ എഴുതി ശരിക്കണം. നെക്സ്റ്റ് പേജ് നോക്കൂ നിങ്ങൾ. നക്ര വായിക്കുക. ബസ്വറുൻ, ബസ്വറുൻ. തസ്വിഹു, തസ്വിഹു. സുഹൂറുൻ, സുഹൂറുൻ. ഹസ്റുൻ, ഹസ്റുൻ. നളഉ ദായിറത്തൻ അലാ സ്വാദ്. സ്വാദ് എന്നുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? വൃത്തമിടണം. സ്വൈഫുൻ, സ്വൈഫുൻ. ഒന്നാമത്തെ സ്വാദാണ്. ഇതിൽ ഇങ്ങനൊരു വട്ടമിടണം. സ്വിഫറുൻ, സ്വിഫറുൻ. ഒന്നാമത്തെ സ്വാദാണല്ലേ? സുബ്ഹുൻ. എവിടെയുണ്ട് സ്വാദ്? സുബ്ഹുൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്വാദാണ്. ജലസ, ജലസ. ഇവിടെ ഏതാ സ്വാദുള്ളേ? സ്വാദില്ല. സമകുൻ, സമകുൻ. ഇവിടെ ഏതാണ് സ്വാദ്? ഇവിടെയും സ്വാദില്ല. അസ്റുൻ, അസ്റുൻ. ഏതാണ് സ്വാദ്? രണ്ടാമത്തേതാണ് സ്വാദ് അല്ലേ? ഖസ്വസുൻ, ഖസ്വസുൻ. ഇവിടെ ഏതാ സ്വാദുള്ളേ? രണ്ടാമത്തതും മൂന്നാമത്തതും സ്വാദാണ്. അസ്വലുൻ, അസ്വലുൻ എന്ന് പറയുമ്പോൾ
രണ്ടാമത്തേതാണ് സ്വാദ്. അതിലേക്കെല്ലാം വൃത്തം ഇട്ട് കൊടുക്കണം. നുലവ്വിൻ കളർ കൊടുക്കുക. സ്വാദ് സ്വാദ് പുറത്തേക്ക് വരാൻ പാടില്ല. നർസും ഇതിൻ്റെ മുകളിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് എഴുതുക. മനസ്സിലായില്ലേ? ഇത് ഇവിടെ സ്വാദിനെ പിന്നൊരു സ്വാദിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതായ സന്ദർഭം എങ്ങനെയാണ്? ഒരു സ്വാദിനെ മറ്റൊരു സ്വാദിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ നിങ്ങൾ. നക്തുബ് എഴുതുക. സ്വാദിറുൻ സ്വദുറുൻ, ഹസ്വാബുൻ ഹസ്വബുൻ, ഷാഖ്സുൻ ഷഖ്സുൻ, ഹിർസുൻ ഹിർസുൻ. ഇവിടെ ഓരോ ലൈനിലായിട്ട് വൃത്തിയിലായിട്ട് എഴുതുക. നഖ്റഉ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് വായിക്കുക. സ്വദരി, ഉഹ്സ്ഫിറു, അസ്ഹാബു, സുദൂരി. ഇതൊക്കെയും സ്വാദുകൾ വന്നതായ പദങ്ങളാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.